ദൈവത്തിന് മാത്രം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 15ാമത്തെ പാഠമായ 7ാം മാസത്തിലെ 3 പെരുന്നാളിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ പാഠത്തിൽ എന്താണ് നമ്മൾ പഠിച്ചത്? കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചത് പെന്തക്കോസ്ത് പെരുന്നാളിനെ കുറിച്ചാണ്. കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചത് 3ാം മാസത്തിലെ പെരുന്നാളായിരുന്നു പെന്തക്കോസ്ത് പെരുന്നാൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ പെരുന്നാൾ മഹാകാഹളധ്വനി പെരുന്നാൾ. ഇത് നടക്കുന്നത് 7ാം മാസം 1ാം തീയതിയാണ് മഹാകാഹളധ്വനി പെരുന്നാൾ നടക്കുന്നത്. പെന്തക്കോസ്ത് പെരുന്നാൾ നമ്മൾ പറഞ്ഞു 3ാം മാസത്തിലാണ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 4 മാസ കാലയളവിൽ യഹൂദിന് യാതൊരു ഉത്സവ പരിപാടികളും ഇല്ല. ഇത് ഫലശേഖരണത്തിന്റെ കാലമായിട്ടാണ് കണക്കാക്കുന്നത്. മഹാകാഹളധ്വനി പെരുന്നാൾ എന്തിനെ കാണിക്കുന്നു? യേശു ക്രിസ്തുവിന്റെ പുനരാഗമനത്തെ കാണിക്കുന്നതാണ് മഹാകാഹളധ്വനി പെരുന്നാൾ. യേശു ക്രിസ്തുവിന്റെ പുനരാഗമനത്തെ കാണിക്കുന്നതാണ് മഹാകാഹളധ്വനി പെരുന്നാൾ. ഈ 4 മാസം യാതൊരു പെരുന്നാളും ഇല്ല എന്ന് പറഞ്ഞു. അതെന്തിനെ കാണിക്കുന്നു? അത് കൃപായുഗത്തെ കാണിക്കുന്നു. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടമാണ് കൃപായുഗം. യേശു ക്രിസ്തു വരുന്നതോടെ കൃപായുഗം അവസാനിക്കുന്നു. ഈ കൃപായുഗത്തെയാണ് എന്ത് കാണിക്കുന്നത്? യാതൊരു പരിപാടികളും ഇല്ലാത്ത, യാതൊരു ഉത്സവങ്ങളും ഇല്ലാത്ത 4 മാസത്തെ യഹൂദന്റെ കാലഘട്ടത്തെ കാണിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഈ കൃപായുഗത്തിൽ ആത്മാക്കളെ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മാക്കളെല്ലാം ആ എണ്ണം പൂർത്തിയായി കഴിയുമ്പോൾ സഭ സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടും. ഈ യഹൂദന്റെ കാര്യത്തിലാണെങ്കിൽ 4 മാസം അവർ ഫലങ്ങൾ ശേഖരിക്കുകയാണ്. ഫലശേഖരണമാണ് അവരുടെ 4 മാസം. അതിന് തുല്യമായാണ് പരിശുദ്ധാത്മാവ് ആത്മാക്കളെ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. കാഹളം ഊതുന്നത് ഇസ്രായേൽ മക്കൾ കാഹളം ഊതുന്നത് സഭയെ വിളിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടാണ് കാഹളം ഊതുന്നത്. ഗംഭീര ധ്വനി മുഴക്കുന്നത് പാളയങ്ങൾ പുറപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകൂടെ പറയാം, കാഹളം ഊതുന്നത് സഭയെ വിളിച്ചു കൂട്ടാനാണ്. ഗംഭീര ധ്വനി മുഴക്കുന്നത് പാളയങ്ങൾ പുറപ്പെടാനാണ്. ഈ പെരുന്നാളിന് നിവർത്തി എന്ന് പറയുന്നത് യഹൂദന്മാരുടെ കൂടിച്ചേരലാണ്. ലോകത്ത് മുഴുവൻ യഹൂദന്മാർ അവരുടെ ജന്മദേശത്തേക്ക് കൂടിച്ചേരുന്നതാണ് ഈ പെരുന്നാളിന് നിവർത്തി എന്ന് പറയുന്നത്. ഇത് പൂർത്തിയാകുന്നപ്പോഴാണ് യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയിലാണ് ഇത് പൂർത്തിയാകുന്നത്. നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. 1000 ആണ്ട് ആഴ്ചയിലാണ്, മഹത്വ പ്രത്യക്ഷതയിലാണ് ഇത് പൂർത്തിയാകുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ അതാണ് ഒന്നാമത്തെ പെരുന്നാള്, മഹാകാഹളധ്വനി പെരുന്നാൾ. 7ാം മാസം 1ാം തീയതി നടക്കുന്ന പെരുന്നാളാണ്. ഇതെന്തിനെ കാണിക്കുന്നു? യേശു ക്രിസ്തുവിന്റെ പുനരാഗമനത്തെയാണ് ഇത് കാണിക്കുന്നത്. രണ്ടാമത്തെ പെരുന്നാളാണ് പാപപരിഹാര പെരുന്നാൾ. ഇത് 7ാം മാസം 10ാം തീയതി നടക്കുന്ന പെരുന്നാളാണ് പാപപരിഹാര പെരുന്നാൾ. ഇസ്രായേൽ മക്കൾ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നതിനും മഹാപുരോഹിതൻ അവരുടെ പാപങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ട ഒരു ദിവസമാണ് 7ാം മാസം 10ാം തീയതി. അപ്പോൾ ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ 7ാം മാസം 10ാം തീയതിക്ക് വളരെ പ്രധാനമുണ്ട്. മഹാപുരോഹിതൻ അവരുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗം കഴിക്കുന്ന ദിവസമാണ് 7ാം മാസം 10ാം തീയതി. ഇതിനെന്തൊക്കെ ചെയ്യും? മഹാപുരോഹിതന്റെ സ്ഥാനവസ്ത്രങ്ങൾ ഊരി വെക്കുന്നു. 7ാം മാസം 10ാം തീയതി മഹാപുരോഹിതൻ തന്റെ സ്ഥാനവസ്ത്രങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം ഊരി വെച്ചിട്ട് സാധാരണ പുരോഹിതന്റെ വസ്ത്രങ്ങൾ ധരിക്കുന്നു. എന്നിട്ട് തനിക്കും കുടുംബത്തിനും വേണ്ടിയിട്ട് ആദ്യം പാപയാഗം കഴിക്കുന്നു. അതിനുശേഷം 2 കോലാട്ടുകൊറ്റന്മാരെ കൊണ്ടുവരുന്നു. 2 കോലാട്ടുകൊറ്റന്മാർ, ഒരു കോലാട്ടുകൊറ്റനെ ചീട്ടിടുന്നു. 2 കോലാട്ടുകൊറ്റന്മാരെ ചീട്ടിടുന്നു. ഒരു കോലാട്ടുകൊറ്റനെ യഹോവയ്ക്കുള്ളതാണ്, മറ്റൊരു കോലാട്ടുകൊറ്റനെ അസലേലിനുള്ളതാണ്. യഹോവയ്ക്ക് കിട്ടിയ കോലാട്ടുകൊറ്റനെ എന്ത് ചെയ്യുന്നു നമുക്ക് നോക്കാം. യഹോവയ്ക്ക് കിട്ടിയ കോലാട്ടുകൊറ്റനെ പാപയാഗമായി അർപ്പിച്ച് അതിന്റെ രക്തവുമായി അതിവിശുദ്ധ സ്ഥലത്തേക്ക് ചെല്ലുന്നു. 7ാം മാസം 10ാം തീയതി അതിവിശുദ്ധ സ്ഥലത്തേക്ക് ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ ദൈവത്തോട് അപേക്ഷിക്കുന്നു. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് മഹാപുരോഹിതൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവന്റെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടെങ്കിൽ ആ അതിവിശുദ്ധ സ്ഥലത്ത് തന്നെ അവൻ കൊല്ലപ്പെടുന്നു. അവനെ ഉള്ളിലേക്ക് കയറാൻ അനുവാദമില്ലാത്തതുകൊണ്ട് മഹാപുരോഹിതന്റെ കാലിന്റെ ചങ്ങല കൊണ്ട് തന്നെ മഹാപുരോഹിതനെ വലിച്ച് പുറത്തേക്ക് ഇടുന്നു. ഇതെന്തിനെ കാണിക്കുന്നു? ഇത് യേശു ക്രിസ്തു സ്വന്തം രക്തമായിട്ട് പിതാവിന്റെ അടുക്കൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി യേശു ക്രിസ്തു സ്വന്തം രക്തമായിട്ട് പിതാവിന്റെ അടുത്തേക്ക് ചെന്നായിട്ട് കാണുന്നു. ഇവിടെ മഹാപുരോഹിതന്റെ ഒരു കോലാട്ടുകൊറ്റന്റെ രക്തമായിട്ടാണ് അതിവിശുദ്ധ സ്ഥലത്തേക്ക് വർഷത്തിലൊരിക്കലാണ് ചെല്ലുന്നത്. എന്നാൽ യേശു ക്രിസ്തു സ്വന്തം രക്തമായിട്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് ലോകത്തിന്റെ പാപത്തിന് വേണ്ടി ചെന്നതിനെ കാണിക്കുന്നു. അടുത്ത ആട്ടുകൊറ്റനെ എന്ത് ചെയ്യുന്നു? അടുത്ത ആട്ടുകൊറ്റനെ അസലയിലുള്ള ആട്ടുകൊറ്റൻ, ആ ആട്ടുകൊറ്റനെ കൊണ്ടുവരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിന്റെ തലയിൽ കൈവച്ചിട്ട് ഇസ്രായേൽ മക്കളുടെ പാപങ്ങൾ മുഴുവൻ അതിന്റെ തലയിലേക്കാക്കുന്നു. എന്നിട്ട് അതിന്റെ മരുഭൂമിയിലേക്ക് അലയാൻ വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് രണ്ടാമത്തെ ആട്ടുകൊറ്റനെ ചെയ്യുന്നത്. ഇതെന്തിനെ കാണിക്കുന്നു?
ഇത് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ കാണിക്കുന്നു. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ കാണിക്കുന്നു. ഇസ്രായേലിന്റെ ബന്ധത്തിൽ മഹാപാപ പരിഹാര പെരുന്നാൾ ഒരു ഭാവി സംഭവത്തെ കാണിക്കുന്നു. ഇസ്രായേലിന്റെ ബന്ധത്തിൽ മഹാപാപ പരിഹാര പെരുന്നാൾ ഒരു ഭാവി സംഭവത്തെ കാണിക്കുന്നു. എന്ത് സംഭവത്തെയാണ് കാണിക്കുന്നത്? ഇസ്രായേലിന്റെ ഇസ്രായേൽ കൂടിച്ചേർന്ന് കഴിഞ്ഞ മഹാകാളത്തിന്റെ പെരുന്നാളിന്റെ കാലത്തോളം ഇസ്രായേൽ എല്ലാം കൂടിച്ചേർന്ന ശേഷം അവരെല്ലാവരും മശിഹയിലേക്ക് നോക്കുന്നു, കുത്തിയങ്കിലേക്ക് നോക്കുന്നു. ഒരു ദിവസം എല്ലാവരും രക്ഷിക്കപ്പെടുന്നു. അതിനെ കാണിക്കുന്നതാണ്. അങ്ങനെ ദൈവം അവരുടെ പാപങ്ങൾ ക്ഷമിച്ചുകൊണ്ട് അവർ ഒറ്റ ദിവസം കൊണ്ട് രക്ഷിക്കപ്പെടുന്നത് തന്നെയാണ് ഈ മഹാപാപ പരിഹാര പെരുന്നാളിന്റെ യഥാർത്ഥ നേര് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പെരുന്നാളാണ് കൂടാര പെരുന്നാൾ. ഇത് 7-ാം മാസം 15 തൊട്ട് 22-ാം തീയതി വരെ നടക്കുന്ന പെരുന്നാളാണ് കൂടാര പെരുന്നാൾ. ആദ്യ ദിവസവും 8-ാം ദിവസവും വിശുദ്ധ സഭായോഗം കൂടണം. ഭംഗിയുള്ള വൃക്ഷങ്ങളങ്ങളും കൊമ്പുകളും എല്ലാം കൊണ്ട് 7 ദിവസം ദൈവസന്ധി ആനന്ദിക്കുന്നു. 7 ദിവസവും കൂടാരത്തിൽ പാർക്കണം. അതാണ് ഈ കൂടാര പെരുന്നാളിന്റെ നിബന്ധനകൾ. കൂടാര പെരുന്നാൾ 3 കാര്യങ്ങളെയാണ് കാണിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, മിസ്രയീമിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് യാത്ര ചെയ്ത ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് നമ്മൾ കാണുന്നു. 40 വർഷം അവർ കൂടാരങ്ങളിലായിരുന്നു പാർത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കൂടാര പെരുന്നാൾ ആചരിക്കുന്നത്. ഇപ്പോൾ അവർ താമസിക്കുന്ന നല്ല വീടുകളുണ്ട്, നല്ല വീടുകളും ഭൂമികളും ഒക്കെ ഉണ്ട് അവർക്ക്. പക്ഷെ അവരെന്താ ഓർക്കണം? അവർ 40 വർഷം അവരുടെ പിതാക്കന്മാർ കൂടാരങ്ങളിൽ പാർത്തുന്നതിന് ഓർക്കണം. അതിനു വേണ്ടിയിട്ടാണ് കൂടാര പെരുന്നാൾ ആചരിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഭൂമിയിലെ വാസം നിത്യമല്ല. എല്ലാവരും കൂടാരവാസികളാണ്. ഭൗമികമാകുന്ന ശരീര ദിവസം പൊളിഞ്ഞു പോയി നമ്മളെല്ലാവരും എന്ത് ചെയ്യും? നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ വീടുകളും എല്ലാം വിട്ട് നമ്മൾ ഒരു ദിവസം പോകും. അതിനെ കാണിക്കുന്നതാണ് കൂടാര പെരുന്നാൾ. ഭൂമിയിലെ വാസം നിത്യമല്ല. എല്ലാവരും ഭൂമിയിൽ എത്ര നല്ല വീടുണ്ടായിട്ടും എല്ലാവരും ഭൂമിയിൽ എന്താണ്? കൂടാരവാസികളാണ് എന്നതിനെ കാണിക്കുന്നതാണ് കൂടാര പെരുന്നാൾ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ, ഇസ്രായേലിന് ഭാഗ്യകരമായ ഒരു ഭാവിയുണ്ട്. കൂടാരങ്ങളിൽ മാത്രം താമസിക്കല്ല. ഇസ്രായേലിന് ഒരു ഭാവികരമായ സഹസ്രാബ്ദവാഴ്ചയ്ക്ക് ശേഷം കൂട്ടിച്ചേർക്കുന്നതിന് ശേഷം അവർക്ക് ഭാഗ്യകരമായൊരു ഭാവിയുണ്ട്. അവർക്ക് ദൈവം അബ്രഹാമിന് പണ്ട് ദൈവം കൊടുക്കാവുന്ന പറഞ്ഞ സ്ഥലങ്ങൾ മുഴുവൻ അവർക്ക് കൊടുക്കുന്ന ഒരു സമയം ഉണ്ട് എന്നതിനെ കാണിക്കുന്നു. ഇതിന്റെ നിലയിൽ എന്താണ്? വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, ഇതാ മനുഷ്യരുടെ കൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരുടെ ജനമായിരിക്കും, അവൻ അവരുടെ കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്ന ഒരു സമയം ഉണ്ടാകും എന്ന് കാണുന്നു. സഹസ്രാബ്ദ വാഴ്ചയിൽ മാത്രമല്ല, നിത്യതയിൽ എന്ത് ചെയ്യും? നാം കർത്താവിനോടുകൂടി ശതകോടി വർഷങ്ങൾ ഇരിക്കും. അതിനെ കാണിക്കുന്നു കൂടാര പെരുന്നാൾ. അതിന്റെ നിഴലാണ്. അപ്പോൾ 7-ാം മാസത്തിലെ 3 പെരുന്നാളുകളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഒന്നാമത് മഹാകാളത്തിന്റെ പെരുന്നാൾ 7-ാം മാസം 1-ാം തീയതി എന്നതിനെ കാണിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ പുനരാഗമനത്തെ കാണിക്കുന്നു. രണ്ടാമത്തെ പെരുന്നാൾ പാപപരിഹാര പെരുന്നാൾ എന്നതിനെ കാണിക്കുന്നു. ഇത് ഇസ്രായേൽ മക്കളെല്ലാം ഒരു ദിവസം രക്ഷിക്കപ്പെടുന്നതിനെ കാണിക്കുന്നു. കുത്തിവെങ്കിലേക്ക് നോക്കും, എല്ലാവരും ഒറ്റ ദിവസം രക്ഷിക്കപ്പെടുന്നതിനെ കാണിക്കുന്നു. മൂന്നാമതായിട്ട് കൂടാര പെരുന്നാൾ അതിനെ കാണിക്കുന്നു. കൂടാര പെരുന്നാൾ 3 കാര്യത്തെ കാണിക്കുന്നു. ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമി കൂടാരത്തിൽ പാർത്തു. ഭൂമിയിലെ വാസം നിത്യമല്ല. കൂടാതെ ഇസ്രായേലിന്റെ ഭാഗ്യകരമായ ഒരു ഭാവിയുണ്ട്. ഭാഗ്യകരമായൊരു സ്ഥലം ദൈവം ഒരുക്കുന്നു. അതുപോലെ നമുക്കും ഒരു ഭാഗ്യകരമായ ഭാവി ഉണ്ടെന്നെ കാണിക്കുന്നു. അപ്പൊ അടുത്ത പാഠം മാത്രമാണ് 7-ാം മാസത്തെ 3 പെരുന്നാളുകൾ. അടുത്ത പാഠമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.